മുക്തി മോക്ഷം എന്നത് ലഭിക്കാൻ നമ്മളുടെ കർമ്മസംസ്കാരം പരിപൂർണമായിട്ടും ഇല്ലാതാകണം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് ഈ കർമ്മസംസ്കാരം ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മിക്കവർക്കും വലിയ ധാരണയില്ല. അതിന് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ശ്രദ്ധ നമ്മൾ പുറത്ത് വയ്ക്കാതെ അകത്ത് വയ്ക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും വസ്തു കണ്ടു കഴിഞ്ഞാൽ ആ വസ്തു കണ്ടു, അതിനുശേഷം പിന്നീട് യാതൊരുവിധ ചിന്തയും പാടില്ല അതിനെക്കുറിച്ചിട്ട്. ഇത് നല്ലതാണോ, ഇത് ചീത്തയാണോ, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഈ രീതിയിലുള്ള ചിന്തകൾ തുടങ്ങുന്ന സമയത്താണ് രാഗദ്വേഷ മോഹങ്ങൾ കൂടുന്നതും കർമ്മസംസ്കാരം ഉണ്ടാകുന്നതും. പക്ഷേ നമ്മൾ ആ വസ്തുവിനെ കണ്ടതിന് ശേഷം ഉടൻ തന്നെ കണ്ടതിന് ശേഷം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി, ഉടൻ തന്നെ ആ കർമ്മസംസ്കാരം ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, പഴയ കർമ്മസംസ്കാരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷീണവും ആ സമയത്ത് സംഭവിക്കും. കർമ്മസംസ്കാരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇല്ലാതാവുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മൾ മൂക്കിൽ വരുന്ന ഗന്ധം, നാവിൽ വരുന്ന രുചി, കാതിൽ വരുന്ന ശബ്ദം, സ്പർശനം, അതുകൂടാതെ ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന ഈ സംഗതികളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതിനെ ഉടൻ തന്നെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അതേപോലെ തന്നെയാണ് മനസ്സിലും. എന്തെങ്കിലും ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ കട്ട് ഓഫ് ചെയ്തു, അതിനെ കൊണ്ട് ഉപേക്ഷിച്ചു, വീണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ കർമ്മസംസ്കാരം ഉണ്ടാവില്ല. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ധ്യാനത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. അതായത് എല്ലാ കാര്യങ്ങളും കാണുക മാത്രം ചെയ്യുക, അല്ലെങ്കിൽ കേൾക്കുക മാത്രം ചെയ്യുക, അതിനപ്പുറത്തേക്ക് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യരുത്. വീണ്ടും നമ്മുടെ ശ്രദ്ധ ഉള്ളിലേക്ക് നിർത്തുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർമ്മസംസ്കാരം ഉണ്ടാവില്ല. ഉള്ള കർമ്മസംസ്കാരം കുറേശ്ശെ ഇല്ലാതായിട്ട് നമ്മൾ മുക്തി മോക്ഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.